ഹായ് ഹലോ കൂട്ടുകാരി നമസ്കാരം. 2026 ജൂലൈ 25 അതായത് നാളെ നടക്കാൻ പോകുന്ന +2 തുല്യത പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട എസ്സേയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം അതാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സുടെയൊക്കെ ഒന്ന് പരിഗണിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനെ കുറിച്ചുള്ള, അതായത് യുദ്ധമുണ്ടായതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പം 1962 ഇന്ത്യയും ചൈനയും യുദ്ധം ഉണ്ടാകുന്നത്. അപ്പം അതിന് പ്രധാനപ്പെട്ടതായിട്ട് 2 കാരണങ്ങളാണുള്ളത് കേട്ടോ. ഞാനിത് ഷോർട്ടാക്കി പെട്ടെന്ന് പറയാം. പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. 1 ടിബറ്റൻ പ്രശ്നം, 2 അതിർത്തി തർക്കം. ഇനി നമുക്കിത് വിശദീകരിച്ച് നോക്കാം. ടിബറ്റൻ പ്രശ്നം നോക്കാം. 1959 ചൈന ടിബറ്റനെ ആക്രമിക്കുകയും അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇതിനെതിരെ ടിബറ്റിലെ പ്രശ്നം ആരംഭിച്ചെങ്കിലും ചൈന അതിനെ അടിച്ചൊതുക്കാനാണ് ശ്രമിച്ചത്. 1959 ചൈനീസ് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയോട് അഭയം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ചൈന ഇതിനെ എതിർത്തെങ്കിലും ഇന്ത്യ അതിനെ വകവയ്ക്കാതെ അഭയം കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സംഭവം ചൈന വിരുദ്ധ പ്രവർത്തനമായി അവർ കണ്ട് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന് പ്രാധാന്യം നൽകാനുള്ള കാരണമാക്കി. ഇതാണ് ടിബറ്റൻ പ്രശ്നം. രണ്ടാമത്തെ നോക്കാം, അതിർത്തി തർക്കമാണ്. ഇന്ത്യയിലെ 2 പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു. ഒന്ന് ജമ്മു കാശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിലെ അക്സ്റ്റൈൻ പ്രദേശവും ഇന്നത്തെ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളുമാണ്. ഇന്ത്യ ചൈന ചർച്ചകൾ നടന്നെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. ഈ പ്രശ്നവും അവർ യുദ്ധത്തിന് കാരണമാക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പലതരത്തിൽ ബാധിച്ചു. അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും വിശദീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതിയിലെ രാജ് നാരായണൻ എന്നൊരു വ്യക്തി പരാതി ഇന്ദിരാഗാന്ധിയുടെ ലോകസഭാ അംഗത്വം റദ്ദാക്കാൻ വേണ്ടിയിട്ടൊരു പരാതി നൽകുകയും MP എന്ന നിലയിൽ പങ്കെടുക്കാൻ അനുവാദമില്ലായിരുന്നു ഒരു പ്രവർത്തനങ്ങളിൽ പോലും. ഈ സമയത്താണ് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വേണ്ടി സത്യാഗ്രഹം ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനമുണ്ടായി. തുടർന്ന് 1975 ജൂൺ 25 ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതായത് രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. അപ്പോൾ 1975 ജൂൺ 25 അർദ്ധരാത്രിക്കാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ടായി കേട്ടോ. രാജ്യത്ത് എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു, പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു, പൊതുസമ്മേളനങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നിവയ്ക്ക് നടത്താനുള്ള അനുമതി നിഷേധിച്ചു, മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് മുഖേന ഉണ്ടായി. അപ്പം അതൊക്കെ നോക്കി പഠിച്ചെഴുതുക. ഇനി മൂന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം. ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് മൂന്നാമത്തെ എസ്സേയുടെ ഇതിൽ വരുന്നത്. അതായത് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ എങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ചു എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുകൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഗ്ലാസ്നോസ്ത്, അതായത് തുറന്ന സമീപനം, പെരിസ്ട്രോയിക്ക, സാമ്പത്തിക പുനഃസംഘടന എന്നീ നവീന പദ്ധതികളിലൂടെ സോവിയറ്റ് യൂണിയൻ്റെ വ്യവസ്ഥ ഉടച്ചു വാർക്കുവാൻ പരിശ്രമിച്ചത് ലക്ഷ്യം കണ്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് പിന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ടായി കേട്ടോ. അപ്പം അത് നിങ്ങൾ വിശദീകരിച്ചെഴുതുക. മെയിൻ പോയിന്റ് പറഞ്ഞു പോകാം. ശീതസമരത്തിൻ്റെ അന്ത്യം, ശാക്തിക ബന്ധങ്ങളിലുണ്ടായ മാറ്റം, പുതിയ രാജ്യങ്ങളുടെ ആവിർഭാവം എന്നിവയാണ് ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ